ചിത്രോദയം സ്നാപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. ഇന്ന് നമ്മുടെ പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ 6ാമത്തെ അവാർഡ് നൈറ്റ് നടക്കുകയാണ്. അപ്പോൾ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നു. ഈ ഒരു അവസരത്തെ എങ്ങനെ നോക്കി കാണുന്നു? അനക്ക് എന്നിന്റെ കേട എന്ന ചിത്രം ഷമീർ ബലദന്നൂർ സംവിധാനം ചെയ്ത് ഫ്രാൻസിസ് കൈതാരത്തിന്റെ നിർമ്മാണത്തിലാണ് അത് പുറത്തിറങ്ങിയത്. ആ സിനിമയിൽ നോക്കി നോക്കി നിൽക്കുക എന്നൊരു ഗാനത്തിനാണ് അവാർഡ് ലഭിച്ചത്. രമേശ് നാരായൺജി സംഗീതവും വിനീത് ശ്രീനിവാസന്റെ ആലാപനവുമാണ് ആ പാട്ടിനെ ശ്രദ്ധേയമാക്കിയത്. പ്രേംനസീർ സുഹൃത്ത് സമിതി ലോകരാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. മാത്രമല്ല 60കളിലെയും 70കളിലെയും സംസ്കാരത്തിന്റെ സാക്ഷരതയാക്കി സിനിമയെ മാറ്റുന്നതിൽ പ്രേംനസീർ വഹിച്ച പങ്ക് അത് വളരെ വലുതാണ്. ഞാൻ ഒരു പ്രാവശ്യമാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. സിനിമാ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം എൻ്റെ നാട്ടിൽ കരിങ്കുളത്ത് ഒരു തുറന്ന ജീപ്പിൽ വന്ന രംഗം എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഫിലിം അവാർഡ് സദസ്സിലിരുന്നാണ് കണ്ടത്. പ്രേംനസീറിന്റെ കുടുംബാംഗങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ആത്മരോഷവും ആന്തര ഗൗരവവുമുള്ള ഒരുപാട് കഥാപാത്രങ്ങളെയാണ് പ്രേംനസീർ കൊണ്ടുവന്നത്. പടയോട്ട എന്ന സിനിമ ഒരിക്കലും മറക്കാൻ പറ്റില്ല. മാത്രമല്ല പ്രേംനസീറിന്റെ 500ാമത്തെ ചിത്രം ഞങ്ങളെല്ലാവരും ക്ലാസ് കട്ട് ചെയ്താണ് കണ്ടത്. ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ കരിപുരണ്ട ജീവിതം പ്രേംനസീറിനെ മറക്കാൻ പറ്റുമോ? മാത്രമല്ല ആ ശബ്ദം ഉണ്ടല്ലോ, ഇന്നും എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആർക്കും അത്തരത്തിലുള്ള ഒരു ശബ്ദം. നമ്മുടെ യേശുദാസ് സാറൊക്കെ അദ്ദേഹത്തിന്റെ സൗണ്ടിൽ നിന്നാണ്. അതെ, യേശുദാസിന്റെ ശബ്ദം പ്രേംനസീറിന്റെ ശബ്ദവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അങ്ങനെ ഞങ്ങളുടെ തലമുറയിലെ ഏറ്റവും സുന്ദരനായ, അതിനപ്പുറം പ്രതിഭാധനനായ ഒരു നടനാണ് ശ്രീ പ്രേംനസീർ. പിന്നെ ഒരു പ്രധാന കാര്യം എനിക്ക് പറയാനുള്ളത്, പ്രേംനസീറിന്റെ യൗവനം, ആ യൗവനത്തിൽ അദ്ദേഹം ക്യാമ്പസുകളെ പ്രണയവർണ്ണത്തിലേക്ക് കൊണ്ടുപോയി. ഷീലയും ശാരദയും അതുപോലെ ജയഭാരതിയും ഒക്കെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് അഭിനയിക്കുമ്പോൾ അത് ആ പ്രണയ രംഗങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ അങ്ങനെ നിൽക്കും, ശരിക്കും അങ്ങനെ നിൽക്കും. മാത്രമല്ല രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ സിനിമയിലെ കഥാപാത്രങ്ങളുടെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ അത്രയും തൻ്റെ ഇടമുള്ള ഒരു യുവാവായി തന്നെ നിറഞ്ഞു നിന്നിട്ടുണ്ട്. സാമൂഹികവും രാഷ്ട്രീയവും വൈയക്തികവുമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏത് ക്യാരക്ടറും അദ്ദേഹത്തിൽ ഭദ്രമാണ്. അങ്ങനെ നമ്മുടെ തലമുറ കണ്ട ഏറ്റവും ശക്തനായ നടനാണ് പ്രേംനസീർ. നിത്യഹരിത നായകൻ മാത്രമല്ല, നിത്യഹരിത നായകൻ എന്നതിനപ്പുറം യുവത്വത്തിന്റെ ഹരമായ നായകൻ എന്ന് പറയുന്നതാവും കൂടുതൽ ശരി.